തിരുവനന്തപുരം വർക്കലയിൽ വിവാഹ തട്ടിപ്പ് നടത്തി സ്വർണവും പണവും കവർന്നയാൾ പിടിയിലായി. താന്നിമൂട് സ്വദേശി നിതീഷ് ബാബുവിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, വിവാഹം കഴിച്ച വിവരമൊക്കെ മറച്ചു വെച്ചിട്ടായിരുന്നു തട്ടിപ്പ്, അതല്ല പുതിയ എന്തെങ്കിലും മാർഗമായിരുന്നോ നിതീഷിന്റെ രീതി? ഗോകുൽ, എന്തായാലും ഒരേ സമയം 4 യുവതികളുടെ ഭർത്താവായിട്ടായിരുന്നു ഇയാൾ ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്. 5ാമതൊരു യുവതിയോട് ബന്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഈ 5ാമത് വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആ യുവതിയുമായുള്ള ബന്ധം 4ാം ഭാര്യ അറിഞ്ഞിരുന്നു. ഈ 4ാം ഭാര്യ തിരുവനന്തപുരം നഗരൂർ സ്വദേശിയാണ്. ഇതുമുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇക്കാര്യം നിതീഷിനോട് ഈ ഭാര്യ ചോദിക്കുന്നു. അതിനുശേഷം ഈ ഭാര്യ നടത്തിയ അന്വേഷണമാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരം അറിയുന്നത്. പിന്നീട് മറ്റൊരു ഭാര്യ, ഇയാളുടെ ഭാര്യയായി കഴിഞ്ഞിരുന്ന മറ്റൊരു യുവതിയോട് ഇക്കാര്യം പറയുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് വർക്കല പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് 4 ഭാര്യമാർ ഉള്ളതായിട്ട് അറിഞ്ഞത്. ഈ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാതെയായിരുന്നു ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. ഇവരുടെ പക്കലിൽ നിന്നും 20 പവൻ സ്വർണവും 8 ലക്ഷം രൂപയും ഇയാൾ കബളിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇയാൾക്കെതിരെ ബലാത്സംഗം, ഗാർഹിക പീഡനം, വിശ്വാസവഞ്ചന തുടങ്ങിയ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വിവാഹ തട്ടിപ്പ് വീരനായ താന്നിമൂട് സ്വദേശി നിതീഷ് ബാബുവിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, വല്ലാത്തൊരു പകയെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നിതീഷ് ബാബുവിൻ്റെ തട്ടിപ്പിൽ 5ാമതൊരു സ്ത്രീ, ഒരു പെൺകുട്ടി ഇരയാവേണ്ടതായിരുന്നു. ഏതായാലും ഭാഗ്യം, മുമ്പുള്ള 4 ഭാര്യമാരും അല്ലെങ്കിൽ അയാളുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ഇടപെട്ടതുകൊണ്ട് 5ാമത്തെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.